ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 81. സുഭദ്രാഹരണം, കാളിന്തി പരിണയം, നരകാസുരവധം. സ്നിഗ്ധാമുഗ്ധാം സതതമഭിതാം ലാളയൻ സത്യഭാമാം യാദോ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരഭിമനഗാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂ. ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർദ്യമാനാം ത്വദ്വാചാതാമഹൃതകുഹനാമസ്കരീ ശക്രസൂനു. തത്ര ക്രോധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. തത്ര ക്രീഡന്നപി ച യമുനാകുല്യദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമ ഖാണ്ഡവ പ്രീണിതാഗ്നി. ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവപൈതൃശ്വസേയീം രാജ്ഞാ മധ്യേ സപദി ജഹൃഷേ മിത്രബിന്ദാമവന്തീം. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നചിന്നന്ദനാം താം ബദ്ധ്വാ സപ്താഭീച്ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാൽ ഭദ്രാം നാമ പ്രദദുരധദേ ദേവസന്ദർത്തനാദ്യാം തൽസോദര്യാം വരദ ഭവദസാ വിപൈതൃശ്വസേയീ. പാർത്ഥധൈര്യപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷ്യം ചിത്വാ ശബരമവൃതാ ലക്ഷ്മണാം മദ്രകന്യാം. അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. സ്മൃതായാദം പക്ഷി പ്രവരമധിരൂഢസ്ത്വമഗമോ വഹന്നം കേ ഭാമാം ഉപവനമിവാരാധിഭവനം. വിബിന്ദൻ ദുർഗാണി തൃഡിതപൃതനാശോണിതരസൈ പുരം താവൽ ജ്യോതിഷമകുരുധാ ശോണിതപുരം. മുരസ്ത്വതാം പഞ്ചാസ്യോ ജലധിവനമധ്യാദുതപതൽ സചക്രേ ചക്രേണ പ്രതലിതശിരാമംക്ഷുഭവത. ചതുർദന്തേർദന്താവളപതിഭീരന്താനസമരം രഥാംഗേന ചിത്വാ നരകമകരോസ്തീർണ നരകം. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രചിഖയിത നാഗാന്നി ച പുരീം. ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാമഭി ച ധനരാശിം ച വിപുലം. ഭൗമാഭാഹൃതകുണ്ഡലം തദതി തേ ദാതും പ്രയാതോ ദിവം ശക്രാധിർമഹിതാ സമം ദയിതയാധിസ്ത്രിഷു ദത്തഹ്രിയാ. ഹൃത്വാ കൽപതരും രുഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമ ദത്തു സ്ത്രീമദദോഷ ഈദൃശ ഇതി വാഖ്യാതുമേവാ കൃതാ. കൽപദ്രം സത്യഭാമാ ഭുവി സൃജൻ ദൃഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഭൂർ ലാളയൻ കേളിഭേദേ. ആശ്ചര്യാന്നാരദാലോകിത വിവിധഗതിസ്തത്ര തത്ര വിഗേഹേ തത്ര സർവഗേഹേ തത്ര ഭൂയ സർവാസു കുർവൻ ദശ തനയാൻ പാഹി പാതാലയേശ.
ശ്രീകൃഷ്ണശരണം മമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമഃ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. നാരായണീയത്തിലെ 81-ാം ദശകം 10 ശ്ലോകങ്ങളെ കൊണ്ട് ഭാഗവതത്തിലെ 2 അധ്യായങ്ങൾ ചുരുക്കി വർണ്ണിച്ചിരിക്കുകയാണ് മേൽപ്പത്തൂർ ഭട്ടതിരി. വളരെ വിദഗ്ധമായിട്ടുള്ള ചുരുക്കമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം സ്നിഗ്ധാം മുഗ്ധാം സതതമപിതാം ലാളയൻ സത്യഭാമാം യാതോ ഭൂയസ്സഹ ഖലുതയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്യൈ പുനരപി മനാഗാസ്ഥിതോ ഹസ്യപുര്യാം ശക്രപ്രസ്ഥം പരമവിഭോ സംവിധായാഗതോ ഭൂ. സിദ്ധാം മുക്താം താം സത്യഭാമാം സതതമപി ലാളയൻ. ലജ്ജാവതിയായിട്ടുള്ള സ്നേഹമതിയായിട്ടുള്ള സത്യഭാമയെ അങ്ങേക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്നർത്ഥം. ആ സത്യഭാമയുടെ വിവാഹവും അതിനുശേഷം പാഞ്ചാലിയെ സുഭദ്രാഹരണം അർജുനൻ വിവാഹം കഴിച്ചതും പ്രമാണിച്ച് അങ്ങ് അവിടുന്ന് പഞ്ചാല നഗരിയിലേക്ക് പോവുകയുണ്ടായി എന്ന് പറയുകയാണ്. അവിടെ കുന്തിപുത്രന്മാരുടെ കൂടെ അവരുടെ കൂടെയൊക്കെ താമസിച്ച് ഹസ്തിനപുരത്തിലൊക്കെ കുറച്ചു കാലം താമസിച്ചു. അങ്ങനെ ഇരിക്കുന്ന ആ കാലത്താണ് അവിടുന്ന് ഇന്ദ്രപ്രസ്ഥ നഗരമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ദ്വാരകയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇടവന്നത്. അങ്ങനെ 2 വിവാഹങ്ങൾ, സത്യഭാമ വിവാഹവും സുഭദ്രാ ഹരണവും അനുസ്മരിച്ചു ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരി. ഭദ്രാം ഭദ്രാം ദേവ ഭവദവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാചാതാം താമഹൃത കുഹനാമസ്കരീ ശക്രസൂനോ തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർത്ഥം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായാം. അങ്ങനെ പിന്നീട് സുഭദ്ര ഹരനുണ്ടല്ലോ, സുഭദ്രയുടെ വിവാഹം എങ്ങനെയുണ്ടായത് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനാണല്ലോ വിവാഹം ചെയ്തത്. ശരിക്കും പറയാന്ന് വെച്ചാൽ ദുര്യോധനൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. സുഭദ്ര വിവാഹം കഴിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ബലരാമസ്വാമി കുറച്ചൊരു അനുവാദം കൊടുത്തിട്ടുമുണ്ട്. കാരണം ദുര്യോധനൻ ബലരാമസ്വാമിയുടെ ശിഷ്യനാണല്ലോ. ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ ശിഷ്യനായിട്ടുള്ള അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് പറയുന്നത് അർജുനൻ തൻ്റെ സ്നേഹിതനുമാണേനും. അപ്പോൾ അർജുനോടൊരു പ്രത്യേക താല്പര്യമുണ്ട് കൃഷ്ണന്. അതുകൊണ്ടാണ് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയതും സത്യഭാമയോട് കൂടി ബലരാമനോട് ഒന്നിച്ച് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വീണ്ടും തിരിച്ചു പോയത്. സുഭദ്രാ ഹരണം ഉണ്ടായപ്പോൾ അല്പം ശുണ്ഠിയെടുത്തു എന്നാണ് പറയുന്നത് ബലരാമൻ. പക്ഷെ ബലരാമൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ബലരാമൻ്റെ ആ ദേഷ്യകോപഭാവമൊക്കെ ഇല്ലാതായി. തത്ര ക്രുദ്ധം ബലം അനുനയൻ. ക്രുദ്ധനായിട്ടുള്ള ബലരാമനെ അനുനയിപ്പിച്ചു ഭഗവാൻ. എന്നിട്ട് പ്രിയസഖമുദേ സത്യഭാമാ സഹായ.
സത്യഭാമയോട് കൂടി, പ്രിയ സഖിയായിട്ടുള്ള സത്യഭാമയോട് കൂടി ശക്രപ്രസ്ഥം പ്രത്യഗാഹം, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി ഭഗവാൻ. പിന്നീടാണ് ബാക്കിയുള്ള വിവാഹങ്ങളൊക്കെ ഉണ്ടായത് പറയുകയാണ്. രുക്മിണി സത്യഭാമ നമ്മൾ 2 വിവാഹങ്ങൾ കണ്ടുവല്ലോ, ജാമ്പവതിയും കണ്ടു. അതിനുശേഷം കാളിന്തി, മിത്രവിന്ദ മുതലായവരുടെയൊക്കെ വിവാഹങ്ങളൊക്കെ സ്മരിക്കുകയാണ് ഇവിടെ. തത്ര ക്രീഡന്നപിച യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാം താം കാളിന്ദിം നഗരമഗമ ഖാണ്ഡവ പ്രണീതാഗ്നി ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവാം പൈതൃഷ്വസൈം രാജ്ഞാം മധ്യേ സപതിജഹൃഷേ മിത്രവിന്ദാമവന്തിം. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി എന്ന് പറഞ്ഞില്ല. അവിടെ ചെന്നതിന് ശേഷം ഒരിക്കൽ ഈ കാളിന്തിയുടെ വിവാഹം ഉണ്ടാകാനുള്ള കാരണം പറയണം. ഒരിക്കൽ അർജുനനോട് കൂടി യമുനാ നദീ തീരത്തിൽ വെച്ച് മൃഗയാവിനോദത്തിന് പോയതാണ്, നായാട്ടിനായിട്ട് പോയതാണ്, കളിതമാശകളൊക്കെ ആയിട്ട്. അഭിച തത്ര ക്രീഡൻ യമുനാകൂലദൃഷ്ടാം താം കാളിന്തിയും ഗൃഹീത്വ. അവിടെ വെച്ചിട്ടാണ് കാളിന്തിയെ കാണാനായിട്ട് ഇടവന്നത്. അപ്പോൾ കാളിന്തിയെ പരിചയപ്പെട്ടു അർജുനൻ വഴിക്ക്. എന്താണ് ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പോൾ കാളിന്തിക്ക് ഭഗവാനെ തന്നെ കിട്ടണമെന്നായിരുന്നു മോഹം എന്നർത്ഥം. നായാട്ട് കഴിഞ്ഞ് രണ്ടുപേരും കാളിന്തി തീരത്ത് ഒരു ആൽത്തറയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അത്രേ. അപ്പോഴാണ് ഈ സുന്ദരിയായ കാളിന്തി ദേവി അതിലിങ്ങനെ ഏകയായിട്ട് സഞ്ചരിക്കുന്നത് കണ്ടത്. അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു, ആരാണ് അങ്ങനെ തനിച്ച് നടക്കുന്നത്? അർജുനോട് പോയി അറിഞ്ഞു വരാൻ പറയാണ്. കൃഷ്ണനെ അറിയാഞ്ഞിട്ടൊന്നല്ല, കൃഷ്ണന് എല്ലാം അറിയുന്ന കൃഷ്ണൻ തൻ്റെ സഖാവായിട്ടുള്ള അർജുനോട് പറഞ്ഞു, ഒന്ന് പോയി ചോദിച്ചു വരുമെന്ന്. അർജുനൻ ചോദിച്ചു, ആരാണ് നീ, എന്താണ് തനിച്ച് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കാളിന്തി ദേവി പറഞ്ഞു, ഞാൻ സൂര്യദേവന്റെ മകളാണ്, എൻ്റെ പേര് കാളിന്തി എന്നാണ്, എൻ്റെ വാസസ്ഥാനം കാളിന്തി നദിയുടെ ഉൾപ്രദേശങ്ങളുടെ അന്തർഭാഗത്താണ്. അവിടെയാണ് എനിക്കൊരു ഗൃഹം ഉണ്ടാക്കി തന്നിരിക്കുന്നത് അച്ഛൻ. അവിടെ ഞാൻ ഇതാ തപസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കഴിയുകയാണ്. ആരെയാണ് തപസ് ചെയ്യുന്നതെന്നാണെങ്കിൽ ഞാൻ വിഷ്ണു ഭഗവാനെയാണ് തപസ് ചെയ്യുന്നത്. ഭഗവാൻ തന്നെ, വിഷ്ണുദേവൻ തന്നെ എൻ്റെ ഭർത്താവായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പരിരക്ഷകനായിട്ട്, എന്നെ രക്ഷിക്കാനായിട്ട്, കാത്തുരക്ഷിക്കാനായിട്ട് എനിക്ക് വേറെ ആരെയും താല്പര്യമില്ല. അനാഥനാഥനാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്നോട് കനിയാതിരിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നെല്ലാം കാളിന്തി ദേവി അർജുനനോട് വിവരം പറയാണ്. അത് കേട്ടപാടെ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ അങ്ങനെയാണ് കാളിന്തി ദേവി പറയണത്. പിന്നെ കൃഷ്ണന് സംശയം ഉണ്ടായില്ല എന്ന് പറയാണ്. കാളിന്തി ദേവിയുടെ അടുത്ത് പോയിട്ട് ദേവിയും കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു എന്നാണ്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെ പോയി ഭഗവാൻ കാളിന്തിയെ കയറ്റിക്കൊണ്ട്. ഭ്രാതൃത്രസാം പ്രണയവിവശാം ദേവ പൈതേഷ്വസേയും രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാമവന്തിയും. പിന്നീടാണ് മിത്രവിന്ദയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത്. കാളിന്തി വിവാഹം ചെയ്ത് വളരെ എളുപ്പത്തിൽ കാളിന്തിയെ കൊണ്ടുപോയി. അതിനുശേഷം മിത്രവിന്ദ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിയെന്ന് പറഞ്ഞല്ലോ കൃഷ്ണൻ. അതിനുശേഷം ഖാണ്ഡവദാഹത്തിന് വേണ്ടിയിട്ട് അർജുനനെ സഹായിക്കലൊക്കെ ഉണ്ടായെന്നും പറയുന്നുണ്ട്. ഖാണ്ഡവദാഹത്തിൻ്റെ കഥയും കൂടി അവിടെ വർണ്ണിക്കുന്നുണ്ട്. ഖാണ്ഡവ പ്രണീതാഗ്നി നഗരം അഗമ. ഖാണ്ഡവ ദാഹത്തിൽ അർജുനന് സഹായം ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് അഗ്നി സന്തോഷപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് ദ്വാരകയിലേക്ക് പോയത്. പിന്നീടാണ് അവിടുന്ന് മിത്രവിന്ദയുടെ വിവാഹക്കാരെയൊക്കെ അനുസ്മരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഖാണ്ഡവദാഹത്തിന് ശേഷം അഗ്നിദേവന് സന്തോഷമായി എന്ന് മനസ്സിലായപ്പോൾ ഈ ഖാണ്ഡവൻ തന്നെ ഉണ്ടാക്കി കൊടുത്തത് വിശ്വകർമാവാണല്ലോ. അതിമനോഹരമായിട്ടുള്ള ഒരു നഗരം ആ പാണ്ഡവന്മാർക്ക് വിശ്വകർമാവിനെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ദിവസം അവിടെയൊക്കെ താമസത്തിന് ശേഷം
ഖാണ്ഡവവനം ദഹിപ്പിക്കാൻ അഗ്നിയെ സഹായിക്കാനായിട്ട് ഭഗവാൻ അർജുനൻ്റെ തേരാളിയായതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അർജുനൻ ഇന്ദ്രനെയും ദേവന്മാരെയൊക്കെ ജയിക്കാനും ഖാണ്ഡവവനം അഗ്നിക്ക് ദഹിപ്പിക്കാൻ കൊടുക്കാനൊക്കെ കഴിഞ്ഞു. അഗ്നിദേവൻ സന്തോഷിച്ച് അർജുനന് ഗാണ്ഡീവം എന്നുള്ള ഒരു വില്ല് നൽകിയിട്ടുണ്ടായി എന്ന് പറയാം. അമ്പൊടുങ്ങാത്തൊരു ആവനാഴി, ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു കവചം, ശ്രേഷ്ഠമായിട്ടുള്ള തേര്, അത് വലിക്കാൻ 4 വെള്ളക്കുതിരകൾ, ഇങ്ങനെയൊക്കെ സമ്മാനിച്ചു എന്നാണ്. ഖാണ്ഡവദാഹ സമയത്ത് അപകടം പറ്റാതിരിക്കാൻ മയൻ എന്നുള്ള അസുരശില്പിയെ അർജുനൻ രക്ഷിക്കുകയുണ്ടായി, അഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ സന്തോഷം എന്നുള്ള നിലയ്ക്ക്, പ്രത്യുപകാരം എന്നുള്ള നിലയിൽ മയൻ യുധിഷ്ഠിരന് അത്ഭുതകരമായിട്ടുള്ള ഒരു സഭ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ആ സഭയിൽ വെച്ചാണ് രാജസൂയ മഹായാഗമൊക്കെ നടന്നതും അവിടെ വെച്ച് ദുര്യോധനാദികൾക്കൊക്കെ ജലസ്ഥല ഭ്രമമൊക്കെ ഉണ്ടായതും ഒക്കെ. കുറച്ചു കാലമൊക്കെ പാണ്ഡവന്മാരോടൊന്നിച്ച് ഭഗവാൻ അവിടെ കൂടി. അതിനുശേഷമാണ് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് അത്ര കാളിന്തിയുടെ വിവാഹമൊക്കെ ഉണ്ടായത്. കാളിന്തിയെ കൊണ്ടുപോയെങ്കിലും, കാളിന്തി നദീതീരത്ത് കൊണ്ടുപോയെങ്കിലും വിവാഹം ചെയ്ത് പിന്നീട് നല്ല മുഹൂർത്തത്തിലായിരുന്നു. അങ്ങനെയാണ് പിന്നീടാണ് മിത്രവിന്ദയുടെ വിവാഹം കൂടി ഇവിടെ അനുസ്മരിക്കുന്നത്. വിന്ദൻ, അനുവിന്ദൻ, ഇങ്ങനെ 2 പേരുടെ, അവർ ദുര്യോധനൻ പക്ഷക്കാരാണ്. അവന്തി രാജത്തിലെ കുമാരന്മാരാണ് അവർ. അവരുടെ സഹോദരിയായിരുന്നു മിത്രവിന്ദ. മിത്രവിന്ദയ്ക്കാണെങ്കിൽ ഭഗവാനിൽ തന്നെയാണ് താല്പര്യം, അനുരക്തയായിരുന്നു ഭഗവാനിൽ. പക്ഷേ സഹോദരന്മാർ അതിന് സമ്മതിച്ചില്ല എന്നർത്ഥം. മിത്രവിന്ദയുടെ വിവാഹം സ്വയംവരമൊക്കെ നിശ്ചയിച്ചു. സ്വയംവരത്തിന് കൃഷ്ണനെ മാത്രം ക്ഷണിച്ചില്ല, കാരണം കൃഷ്ണൻ വരണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാനത് മനസ്സിലായി. അവിടുന്ന് വന്ന്, മാത്രമല്ല മിത്രവിന്ദയുടെ മനസ്സിൻ്റെ ആഗ്രഹം കൂടെ മനസ്സിലാക്കിയ ഭഗവാൻ വിന്ദാനേൻ അനുവിന്ദനേൻ യുദ്ധത്തിലൊക്കെ തോൽപ്പിച്ച് മിത്രവിന്ദയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയാണ്. മിത്രവിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസുദേവരുടെ സഹോദരിയായിട്ടുള്ള രാജാധിദേവി, അവരുടെ ഒരു മകളാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അച്ഛൻ മകളാണെന്നർത്ഥം മിത്രവിന്ദ. അങ്ങനെ മിത്രവിന്ദയുടെ വിവാഹം ഇവിടെ നിന്ന് അനുസ്മരിക്കുകയുണ്ടായി 3-ാമത്തെ ശ്ലോകത്തിൽ. പിന്നീട് 4-ാമത്തെ ശ്ലോകത്തിൽ സത്യയുടെ വിവാഹം അനുസ്മരിക്കണം. സത്യാം ഗത്വാ പുനരുദവഹോം നക്തജിനന്ദനാം താം ബദ്ധ്വാ സപ്താവിജ വൃഷഭരാൻ സപ്തമൂർത്തിർനിമേഷാൽ ഭദ്രാം നാമ പ്രദതുരഥ തേ ദേവ സന്തർദനാദ്യ തൽസോദര്യാ വരദഭവത സാപി പൈതൃഷ്വസേ. സത്യഭദ്ര 2 പേരുടെയും വിവാഹം അനുസ്മരിക്കേണ്ട ഈ ശ്ലോകത്തിൽ. കോസലത്തിൽ ചെന്നിട്ട് പുനഃ ഗത്വാം സപ്ത അപി വൃഷവരാൻ സപ്തമൂർത്തി, കോസല രാജ്യത്തിൽ ചെന്നിട്ട് അവിടെ ഗംഭീരമായിട്ടുള്ള പരീക്ഷണത്തിന് സ്വയം തയ്യാറായി എന്നാണ്. എന്താണെന്ന് പരീക്ഷണം? ഗംഭീരമായിട്ട് കാളകളെ 7 കാളകളെ പൂട്ടിയിരുന്നു. ആ 7 കാളകളെയും വിജയിച്ച് താൻ 7 രൂപം സ്വീകരിച്ച് വളരെ അല്പസമയം കൊണ്ട് ആ കാളകളെ തോൽപ്പിച്ച് ജയിച്ചു. അപ്പോൾ എന്തായി? നഗ്നജിത്ത് തൻ്റെ മകളായിട്ട് സത്യയെ വിവാഹം ചെയ്ത് കൊടുത്തു എന്നാണ്. അങ്ങനെ സത്യയുടെ വിവാഹം. നഗ്നജിൻ നന്ദനാം താം സത്യാം ഉദവഹ, നഗ്നജിത്തിൻ്റെ നന്ദനയായിട്ടുള്ള മകളായിട്ടുള്ള സത്യയെ വിവാഹം കഴിച്ചു ഭഗവാൻ. പിന്നെ ഭദ്രയുടെ വിവാഹം കൂടി അനുസ്മരിക്കണം. അങ്ങേക്ക് ഭദ്ര എന്ന കന്യകയെ ദാനം ചെയ്ത് കിട്ടി എന്ന് പറയാണ്. അവരും അച്ഛൻ മകളുടെ മകളാണ്. ശ്രുതദേവ എന്നുള്ള ദേവിയുടെ മകളാണ് ഭദ്ര. അതുകൊണ്ട് ഭദ്രയും ഭഗവാന്റെ അച്ഛൻ മകളുടെ മകളാണ് എന്ന് അനുസ്മരിക്കുന്നു. ഈ സത്യയുടെ വിവാഹത്തിൽ കോസല രാജ്യം ഭരിച്ചിരുന്ന നഗ്നജിത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ സത്യ.
ആ നഗ്നജിത്തിൻ്റെ അധീനത്തിൽ 7 കാളകളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, മൂക്ക് ഇടാത്ത ആ കാളകൾ തീരെ മെരുക്കമില്ലാത്തവരായിരുന്നു. അവയെ പിടിച്ച് ബന്ധിക്കണം, അതാണ് പരീക്ഷണം. അത് ബന്ധിക്കാൻ സാധിച്ചാലാണ് അവർക്കാണ് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് രാജാവ് നിശ്ചയിച്ചിരുന്നു എന്നാണ് കോസല രാജാവ്. കാളകളോട് തോറ്റുപോയി കഴിഞ്ഞാൽ അവർ ഓടിപ്പോകേണ്ടി വരും. ഭഗവാൻ അതിനൊന്നൊരു പ്രശ്നമില്ലല്ലോ, ഒരു വിഷമവുമില്ല. ഒരു ദിവസം നഗ്നജിത്തിൻ്റെ അരമനയിൽ ചെന്നിട്ട് സന്തോഷത്തോടുകൂടി പശുക്കളെ, ഈ കാളകളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു. രാജാവാണെങ്കിൽ സ്വീകരിച്ചു. രാജാവിൻ്റെ മനസ്സിലും കൃഷ്ണൻ തന്നെ ആവണം തൻ്റെ മകളുടെ ഭർത്താവ് എന്ന മോഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭഗവാനെയൊക്കെ സ്വീകരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ക്ഷത്രിയർക്ക് യാചിക്കുക എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണല്ലോ, എന്നാലും അങ്ങയുടെ മകളെ വിവാഹം ചെയ്താൽ കൊള്ളാം അങ്ങയുടെ മകളെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് കൃഷ്ണൻ രാജാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഭഗവാനെ, സകലവിധ ഗുണങ്ങളുടെയും വിളനിലമാണ് അങ്ങ്. എൻ്റെ മകൾക്ക് അനുരൂപനാണ് ഇങ്ങനും അങ്ങ്, യാതൊരു സംശയമില്ല. പക്ഷേ നമ്മളൊരു പരീക്ഷണം വെച്ചുല്ലോ, ഈ 7 കാളകളെ ബന്ധിക്കുന്നവനാണ് എൻ്റെ മകളെ കൊടുക്കുക എന്ന്. അതുകൊണ്ട് ആ പ്രതിജ്ഞ പരിപാലിക്കാൻ വേണ്ടി, അത് സഫലമാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങ് ദയവുണ്ടാകണം. അങ്ങ് വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല എന്ന് രാജാവിനറിയാം. ഭഗവാൻ ഉടനെ തന്നെ 7 രൂപം സ്വീകരിച്ചു എന്നാണ്. 7 കാളകളെയും നിമിഷനേരം കൊണ്ട് ബന്ധിച്ചു. അത് കണ്ടപ്പോൾ കോസല രാജാവിനും സന്തോഷമായി. നല്ലൊരു മുഹൂർത്തത്തിൽ നഗ്നജിത്ത് തൻ്റെ മകളെ സത്യയെ ഭഗവാനെ വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്തു. എല്ലാം സ്വീകരിച്ചുകൊണ്ട് സത്യയോടുകൂടി ഭഗവാൻ തേരിലേറി ദ്വാരകയിലേക്ക് പോയി എന്നാണ് അവിടെ അനുസ്മരിച്ചത്. സത്യയുടെ വിവാഹം കൂടി അവിടെ അനുസ്മരിക്കുന്നു. പിന്നെയാണ് ഭദ്രയുടെ വിവാഹം അനുസ്മരിച്ചത്. വസുദേവരുടെ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തിയുടെ മകളാണ് ഭദ്ര. ആ ഭദ്രയെ അവരുടെ സഹോദരന്മാരായിട്ടുള്ള സന്ദർദനൻ മുതലായിട്ടുള്ള ആൾക്കാർ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കാൻ സന്തോഷപൂർവ്വം തയ്യാറായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഭദ്രയെ സന്തോഷപൂർവ്വം ഭഗവാൻ സ്വീകരിച്ചു. പിന്നീടാണ് ലക്ഷ്മണയെ വിവാഹം കഴിച്ച വർത്തമാനം പറയുന്നത്. പാർത്ഥാദ്യൈ അപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ സഫരമവൃഥാം ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിരാ ഭൗമ ദുശ്ചേഷ്ടിതാനി. 5ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് അർജുനനും മറ്റുള്ള കുന്തി പുത്രന്മാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് വെള്ളത്തിൽ നോക്കിക്കൊണ്ട് അതിൻ്റെ പ്രതിബിംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ എഴുതി മുറിക്കണം. ഒരു മത്സ്യരൂപമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിനെ എഴുതി മുറിക്കണം. അതായിരുന്നു പരീക്ഷണം. അത് വളരെ നിഷ്പ്രയാസം ആ പരീക്ഷണത്തിൽ വിജയിച്ച് ഭഗവാൻ മദ്ര രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകളായിട്ടുള്ള ലക്ഷ്മണയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ അത് വളരെ എളുപ്പം. ആ ഭദ്രയുടെ പ്രത്യേകത ആദ്യം പറഞ്ഞല്ലോ, വസുദേവരുടെ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തിയുടെ മകളാണ്. ലക്ഷ്മണിയാണ് ഇങ്ങനെ ഒരു ലക്ഷ്യത്തെ വെച്ചുകൊണ്ടൊക്കെ എന്താ പറയുക, പരീക്ഷണത്തിൽ വിജയിക്കേണ്ടി വന്നത്. സ്വയംവരത്തിൽ മറ്റാർക്കും മുറിക്കാൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തെ, മത്സ്യം എന്നുള്ള രൂപത്തിൽ ലക്ഷ്യത്തെ ഭേദിച്ചുകൊണ്ട് ഭഗവാൻ വിവാഹം കഴിച്ചത്. അപ്പോൾ രുക്മിണി സത്യഭാമയൊക്കെ നേരത്തെ തന്നെ നമ്മൾ വിവാഹവർത്തമാനം പറഞ്ഞിരുന്നു, ജാമ്പവതി വരെ. പിന്നെ കാളീന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ഇപ്പം ലക്ഷ്മണയും കൂടിയും പറഞ്ഞു. അങ്ങനെ 8 പ്രധാന പത്നിമാരുണ്ടായി ഭഗവാന് എന്ന് വളരെ എളുപ്പം
നാരായണീയത്തിൽ വർണ്ണിച്ചിരിക്കണം. വളരെ 4-5 ശ്ലോകങ്ങളെ കൊണ്ട് ഇത്രയും വിവാഹങ്ങളെ വർണ്ണിച്ചിരിക്കുന്നു. പിന്നീട് നരകാസുരനെ കൊന്ന് അദ്ദേഹം അന്തപുരത്തിൽ താമസിപ്പിച്ചിരുന്ന 16,000 രാജകുമാരിമാരെയും മോചിപ്പിച്ച് ഭഗവാൻ അവരെയൊക്കെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ആ നരകാസുര വധം ഒക്കെയാണ് പിന്നീത്തെ ഭാഗവതത്തിലെ 59-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നരകാസുരന്റെ വധം 6-ാം ശ്ലോകത്തിൽ പറയണു. സ്മൃതായാതം പക്ഷിപ്രവരമധിരൂഢസ്വമഗമോ വിഹന്നങ്കേ ഭാമാം ഉപവനമിവാരാതിഭവനം വിഭിന്ദൻ ദുർഗാണി ശോണിതരസൈഃ പുരം താവൽ പ്രാഗ് ജ്യോതിഷമകുരുധാ ശോണിതപുരം. സുതായാതം പക്ഷിപ്രവരം അധിരൂഢത്വം. ഗരുഡന്റെ പുറത്ത് കയറിയിട്ടാണ് അത്ര സത്യഭാമയുടെ കൂടെ നരകാസുരന്റെ ശോണിതപുരം എന്നുള്ള സ്ഥലത്തേക്ക്, പ്രാഗ് ജ്യോതിഷപുരം എന്നുള്ള സ്ഥലത്തേക്ക് ഭഗവാൻ എഴുന്നള്ളിയത്. ഭാമാം അങ്കേ വഹൻ, സത്യഭാമയെ തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ഒരു ഉല്ലാസയാത്ര പോലെയാണ് അത്ര ഭഗവാൻ പോയത്. ഉപവനം ഇവ അരാതിഭവനം അഗമാ. ഉദ്യാനത്തിലേക്ക് പോകുന്നവർ ഒരു തമാശയ്ക്ക് ഒരു ഹണിമൂൺ പോകുന്ന പോലെയൊക്കെയാണ് അത്രേ സത്യഭാമയുടെ യാത്ര ഉണ്ടായത്. എവിടേക്കാണ് പോണത്? നരകാസുരൻ എന്നുള്ള ശത്രുവിൻ്റെ വാസസ്ഥലത്തേക്കാണ്. കൊടും അക്രമിയായിട്ടുള്ള നരകാസുരൻ ഭൂമിദേവിയുടെ മകളായതുകൊണ്ട് ഭൂമിദേവിയുടെ സാന്നിധ്യത്താലായ നരകാസുരനെ നിഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വരം മേടിച്ചിട്ടുണ്ട് അത്ര. ഇപ്പോൾ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അത്രേ ഭഗവാൻ സത്യഭാമയും കൂടി കൂട്ടിക്കൊണ്ടുപോയത്. താവൽ ദുർഗാൻ വിഭിന്ദൻ ത്രിടിത പ്രതനാശോണിത രസൈ. വളരെ സമർത്ഥമായിട്ട് നരകാസുരൻ്റെ കോട്ടകളെല്ലാം ആക്രമിച്ച് തകർത്ത് ആ പ്രാഗ്ജ്യോതിഷപുരം എന്നുള്ള പട്ടണം, നഗരം ശോണിതപുരമാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ, ശോണിതപുരം എന്ന് പറഞ്ഞാൽ രക്തം കൊണ്ട് നിറഞ്ഞ പുരമാക്കി തീർത്തു. എല്ലാ കോട്ടകളും തകർത്തു എന്നാണ്. ദുർഗാണി, പർവ്വതങ്ങളെ, വലിയ വലിയ ആയുധങ്ങളെ, വെള്ളം, തീയ്, കാറ്റ്, ഇങ്ങനെയുള്ള നിറഞ്ഞിരിക്കുന്ന കോട്ടകളെ എല്ലാം നശിപ്പിച്ചു എന്ന് പറയാണ്. സ്ത്രീകളെയൊക്കെ തടവിലാക്കി വെച്ചിട്ടുണ്ട് നരകാസുരൻ. ആ നരകാസുരൻ തടവിലാക്കി വെച്ചിട്ടുള്ള സ്ത്രീകളൊക്കെ ജയിപ്പിക്കാൻ ഇതൊരു കാരണമായി തീർന്നു എന്നർത്ഥം. നരകാസുരനാണെങ്കിൽ എപ്പോഴും ദേവന്മാരെ ഉപദ്രവിക്കുന്നവനായിരുന്നു. ഇന്ദ്രൻ്റെ മാതാവായിട്ടുള്ള അതിഥി ദേവിയുടെ കുണ്ടലങ്ങളൊക്കെ മോഷ്ടിക്കുക, വരുണൻ്റെ വെൺകറ്റക്കുട മോഷ്ടിച്ചു കൊണ്ടുപോകാം, മന്ദരപർവ്വതത്തിലെ രത്ന ശിഖരങ്ങളൊക്കെ അപഹരിച്ചു കൊണ്ടുപോകാം. ഇതെല്ലാം കൊണ്ട് ഒരു നിവൃത്തിയില്ലാണ്ടായപ്പോഴാണ് അത്ര ഇന്ദ്രൻ ദ്വാരകയിൽ വന്നിട്ട് ഭഗവാനോട് വിവരങ്ങളൊക്കെ അറിഞ്ഞത്, ഇങ്ങനെ സങ്കടമൊക്കെ അറിയിച്ചത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ കൃഷ്ണൻ തീരുമാനിച്ചു വെച്ചിരുന്നു നരകാസുരൻ്റെ വധം വേണമെന്ന് താമസിയാതെ. ഇന്ദ്രൻ്റെ ഈ ആക്ഷേപം കൂടി കേട്ടപ്പോൾ ഉടനെ തന്നെ ഗരുഡവാഹനായിട്ട് സത്യഭാമയെ കൂട്ടിക്കൊണ്ട് ഭഗവാൻ നരകാസുരൻ്റെ പുരത്തിലേക്ക്, പ്രാഗ്ജ്യോതിഷപുരം എന്നുള്ള സ്ഥലത്തേക്ക് എത്തുകയാണുണ്ടായത്. അവിടെയാണ് ആദ്യം പറഞ്ഞ മാതിരി നരകാസുരൻ്റെ രാജധാനിയും എല്ലാം ഇടിച്ച് പൊട്ടിച്ച് പ്രയാസമായിട്ട് തീരുന്ന എല്ലാ സ്ഥലങ്ങളും പ്രവേശിച്ച് അങ്ങനെ ആ പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി തീർത്തത്. അവിടെ പിന്നെ മുരൻ എന്നുള്ള ഒരു അസുരനെ നിഗ്രഹിക്കലും കൂടി ഉണ്ടായെന്ന് പറയുന്നത്. മുരൻ്റെ പാശങ്ങളെ വാളുകൊണ്ട് തകർത്തു എന്ന് പറയാണ്. ഗരുഡാരൂഢനായി എത്തിയിരിക്കുന്ന ഭഗവാൻ പർവ്വതങ്ങളെയും ഒക്കെ ആയുധങ്ങളെയും ഒക്കെ നശിപ്പിച്ചു. മുരൻ്റെ പാശങ്ങളെയൊക്കെ വാളുകൊണ്ട് തകർത്തു. മുരസ്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാദുതപതൽ ചക്രേണ പ്രതലിതശിരാം മംക്ഷു ഭവതാം ചതുർദന്തൈർദന്താവണപതിഭി ഇന്ധാനം സമരം രഥാംഗേന ചിത്വാ നരകമകരോ സീർണനരകം. 7-ാം ശ്ലോകത്തിൽ പറയണു,
മുരാസുരന് 5 മുഖങ്ങളുണ്ടെന്നാണ്. ആ 5 മുഖങ്ങളോടുകൂടി കിടങ്ങിലെ ജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അത്ര മുരാസുരൻ. കാണാൻ പറ്റില്ല. പെട്ടെന്നാണ് ഭഗവാന്റെ നേർക്ക് ചാടി വീണത്. അതിവേഗത്തിൽ തൻ്റെ ചക്രം കൊണ്ട് മുരാസുരൻ്റെ തലകളൊക്കെ അറുത്ത് നിഗ്രഹിച്ചു ഭഗവാൻ. സ ഭവതാ ചക്രേണ മംഷു പ്രതലിത ശിരാചക്രേ. പിന്നെ 65 നാൽക്കൊമ്പനാനകളോട് കൂടിയിട്ട് നരകാസുരൻ വന്നു എന്നാണ്. ചതുർദന്തൈ ദന്താവളപതിഭി. ആ എല്ലാ നാൽക്കൊമ്പനാനകളെയും ചക്രം കൊണ്ട് അറുത്ത് നരകത്തിൽ നിന്ന് കയറവനെ പോലെയാക്കി തീർത്തു നരകാസുരനെ. അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത്. മുരനെ കൊല്ലാനും നരകാസുരനെ കൊല്ലാനും എന്നൊക്കെ പറയണം. ഭാഗവതത്തിൽ പറയണത് ഗരുഡാരൂഢനായിട്ട് എത്തിയിട്ടുള്ള ഭഗവാൻ എല്ലാ പർവ്വതങ്ങളെയും എല്ലാ ദുർഗങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. മുരൻ്റെ കയ്യിലുള്ള പാശങ്ങളെയൊക്കെ തകർത്തു. യന്ത്രങ്ങളെയും മറ്റുള്ള യന്ത്രങ്ങളെയൊക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ശൂരന്മാരുടെ മനോധൈര്യങ്ങളെയൊക്കെ ശംഖനാദം കൊണ്ട് തോൽപ്പിച്ചു എന്നാണ്. കോട്ടകളൊക്കെ തൻ്റെ ഗത കൊണ്ട്, കൗമോദികി എന്നുള്ള ഗത കൊണ്ട് തകർത്തു എന്നാണ്. അതുപോലെ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങിലെ ജലത്തിൽ കിടക്കുകയായിരുന്ന മുരൻ 5 മുഖങ്ങളോട് കൂടിയവൻ, 5 തലകളോട് കൂടിയവൻ. അവൻ നരകാസുരൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. കണ്ടാൽ തന്നെ ഭയങ്കരനായിരുന്നു. ആ 5 മുഖങ്ങളെ കൊണ്ടും ഉച്ചത്തിൽ ഗർജിച്ചു കൊണ്ടുപോയി ഭഗവാന്റെ നേർക്ക് ആക്രമിച്ചു വന്ന മുരനെ ഒരു അതിഭയങ്കരമായിട്ട് ശൂലം കൊണ്ട് എറിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് 5 വായകളിലും ശരങ്ങളെ കൊണ്ട് എറിഞ്ഞ് നിറച്ചു എന്നാണ്. അങ്ങനെ ഉഗ്രമായിട്ടുള്ള ഒരു ഗദ ഭഗവാന് നേരെ വീശി എറിഞ്ഞു മുരൻ. ആ ഗദയൊക്കെ ഭഗവാൻ സ്വന്തം ഗദ കൊണ്ട് അടിച്ച് തൻ്റെ ചക്രായുധം കൊണ്ട് മുരൻ്റെ 5 തലകളെ മുറിച്ചു വീഴ്ത്തുകയുണ്ടായത്. അങ്ങനെ അവൻ ആ കിടങ്ങിലെ വെള്ളത്തിൽ മരിച്ചു വീണു. മുരാസുരൻ്റെ പുത്രന്മാരായിരുന്നു താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വിഭാവസു, വസു മുതലായിട്ടുള്ള നഭസ്വാൻ, അരുണൻ, ഇങ്ങനെ 7 പേര്. അവർ പിന്നീട് പീഠൻ എന്നുള്ള സേനാനായകനെ മുൻനിർത്തിക്കൊണ്ട് കൃഷ്ണനോട് യുദ്ധം ചെയ്തു എന്നാണ്. ഭഗവാൻ നിഷ്പ്രയാസം അവരെ എല്ലാവരെയും നിഗ്രഹിച്ചു. മുരനെയും മുരൻ്റെ മുമ്പിലുണ്ടായിരുന്ന എല്ലാ സേനാനായകന്മാരെയും നിഗ്രഹിച്ചു ഭഗവാൻ. പിന്നീട് അവിടെ വർണ്ണിക്കുന്നത് നരകാസുരനായിട്ടുള്ള യുദ്ധമാണ്. 65 ആനപ്പടകളുമായിട്ടാണ് അത്രേ നരകാസുരൻ യുദ്ധത്തിന് വന്നത്. പാരാളിൽ നിന്ന് കൊണ്ടുവന്നാന്നൊക്കെ പറയുന്നുണ്ട്. ഐരാവതത്തിൻ്റെ വംശത്തിൽപ്പെട്ട ആനകളാണ് അത്രേ. അത്യധികം ശക്തിയുള്ള ആനകളാണ്. അവയാണ് നരകാസുരൻ ഭഗവാന്റെ നേർക്ക് പ്രയോഗിച്ചത്. വലിയ ആയുധങ്ങളൊക്കെ പ്രയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ യാതൊരു വിഷമമില്ലാതെ നരകാസുരൻ്റെ സൈന്യത്തെ വളരെ വേഗം നിഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ഗരുഡൻ്റെ ആക്രമണം കൂടി ഉണ്ടായി നരകാസുരന്. നരകാസുരൻ്റെ ആനകളൊക്കെ ഗരുഡൻ്റെ അടി കിട്ടിയിട്ട് അവിടുന്ന് ഓടിപ്പോയി എന്നാണ്. പിന്നെ ഭഗവാൻ തന്നെ ഏകനായിട്ട് ആനപ്പുറത്തിരുന്നു കൊണ്ട് യുദ്ധം ചെയ്തു നരകാസുരനോട്. ഒരു വലിയൊരു ശൂലം ഉപയോഗിച്ചു അത്രേ ഗരുഡൻ്റെ നേരെ നരകാസുരൻ. ആ ശൂലമൊക്കെ തടുത്ത് അത് കൊണ്ടിട്ട് പോലും ഗരുഡന് യാതൊരു കൊൽക്കൊണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അത്രയും ശക്തിയുള്ളവനാണ് ഗരുഡൻ. എന്തായാലും ശ്രീകൃഷ്ണൻ്റെ നേരെ ശൂലം ഓങ്ങിയിട്ട് വന്നു നരകാസുരൻ. പക്ഷേ അത് പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ തല ഭഗവാൻ ചക്രായുധം കൊണ്ട് മുറിച്ചു വീഴ്ത്തി എന്നാണ്. നരകാസുരൻ അങ്ങനെ മരിച്ചു വീണു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ആഹാകാരം മുഴക്കിക്കൊണ്ട് കരയാൻ തുടങ്ങി. മഹർഷിമാരൊക്കെ ഈ നരകാസുരവധത്തിനെ അഭിനന്ദിച്ചു. നന്നായി നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ പൂമാലകൾ കൊണ്ടൊക്കെ സ്തുതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭൂമിദേവി വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നത്. ഭക്തിനിർഭരമായിട്ടുള്ള സ്തുതി. ഭഗവാൻ സന്തോഷിച്ചു. എന്നിട്ട് നരകാസുരൻ്റെ പുത്രനായിട്ടുള്ള ഭഗദത്തന് അഭയം കൊടുക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ, ഭൂമിദേവി പ്രാർത്ഥിച്ചപ്പോൾ അവനെ പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ രാജാവാക്കി അഭിഷേകം ചെയ്തു. പിന്നീട് നരകാസുരൻ അന്തപുരത്തിൽ പ്രവേശിച്ചു ഭഗവാൻ എന്നാണ്. 16,000 രാജകുമാരിമാരെ നരകാസുരൻ അന്തപുരത്തിൽ തടവുകാരാക്കി താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരെയും ഭഗവാൻ സ്വതന്ത്രമാക്കി വിട്ടു എന്ന് മാത്രമല്ല, അവരുടെയൊക്കെ ആവശ്യപ്രകാരം, പ്രാർത്ഥനപ്രകാരം അവരുടെയൊക്കെ പതിയായി സ്വയം നിശ്ചയിച്ചു എന്നാണ്. അവരെയൊക്കെ ഒരു പല്ലക്കിൽ കയറ്റിക്കൊണ്ട് ഭഗവാൻ ആ സ്ത്രീകളെയൊക്കെ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. നരകാസുരൻ്റെ ആനകളിൽ 65 ആനകളിൽ ഒന്നിനെ ഭഗദത്തിന് കൊടുത്തു അത്രേ. ബാക്കി 64 ആനകളെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ കഥ. സുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തയെ സ്ഥിതനയെ ഗജം ചൈകം ദത്വാ പ്രജിഘൈഥ നാഗാൻ നിജപുരീം ബലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശപുര സഹസ്രാണി സ്ത്രീണാമപി ച ധനരാശിം ച വിപുലം. ഭൂമിദേവിയുടെ സ്തുതി പറയണ സപതി ഭൂമിയാ സ്തുതാം. ആദ്യം പറഞ്ഞതാണല്ലോ ഭൂമിദേവി സ്തുതിച്ചു എന്ന്. അതിൻ്റെ ഫലമായിട്ട് അസ്യ തനയെ ജഗതത്തെ രാജ്യം ഏകം ഗജം ച ദത്വാ, ഒരു ആനെ ഭഗദത്തിന് കൊടുത്തു എന്നാണ്. നരകാസുരൻ്റെ പുത്രനായിട്ടുള്ള ഭഗദത്തിന് ഒരു രാജ്യത്തെ കൊടുത്തു എന്ന് മാത്രമല്ല, 49 ആനകളിൽ വെച്ചിട്ട് ഒരാനയെ കൊടുത്തു. ബാക്കിയുള്ള ആനകളെയൊക്കെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. നാഗാൻ നിജപുരിയും പ്രജിഘൈഥ പുനഃഖലേന ആബദ്ധാനാം സ്വാഗതമനസാം സ്ത്രീണാം. പിന്നീട് നരകാസുരൻ ദുഷ്ടനായിട്ടുള്ള നരകാസുരൻ പിടിച്ചുകൊണ്ട് ബന്ധനത്തിലാക്കിയിരുന്ന തൻ്റെ ഭക്തകളായിട്ടുള്ള 16,000 സ്ത്രീകളെ അപിച്ച വിപുലം ധനരാശിയും ച ഷോഡശസഹസ്രാണി അപിച്ച വിപുലം ധനരാശിയും ച. മാത്രമല്ല അവരെയൊക്കെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, ധാരാളം പണം ഒക്കെ സമ്പാദിച്ച് അതും ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു എന്നാണ്. ഭൗമാപാഹൃതകുണ്ടലം തദിതേർദാതും പ്രയാതോ ജീവം ശക്രാദ്യേർമഹിതസമം ദൈതയാ ദ്വിസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ഹിത്വേന്ദ്രമഭ്യാഗമസ്തത്തു ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതുമേവാകൃതാം. അങ്ങനെ അതിഥേ തൽ ഭൗമാപഹൃത കുണ്ടലം ദാതും ദിവം പ്രയാതാം. നരകാസുരൻ തട്ടിക്കൊണ്ടുപോന്നിരുന്നിട്ടായിട്ടുള്ള അതിദേവിയുടെ കുണ്ടലത്തേക്ക് അത് പിന്നീട് അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാണ്. അതിദേവിക്ക് തിരിച്ചു കൊടുത്തു. ദ്വിസ്ത്രീഷു ദത്തഹ്രിയാദൈതയാ സമം ശക്രാദ്യൈമഹിതാം. സത്യഭാമയോടൊപ്പം, സുന്ദരിയായിട്ട് സത്യഭാമയോടൊപ്പം അങ്ങ് ദേവേന്ദ്രനും മറ്റും അത് സൽക്കരിച്ചു കൊടുത്തു. പിന്നെ പാരിജാതം അപഹരിച്ചു എന്ന് പറയാണ്. കൽപ്പതരും ഹൃത്വാം രുഷാ അഭിപതിതം ഇന്ദ്രം ജിത്വാ അഭ്യാഗമ. പോരുമ്പോൾ സത്യഭാമയ്ക്കൊരു മോഹം, ഒരു പാരിജാതം കിട്ടിയാൽ കൊള്ളാം. ഭഗവാൻ അതിനെന്താ ഇത്രയെല്ലാം കാര്യങ്ങൾ ഇന്ദ്രനെ ചെയ്തു കൊടുത്തതല്ലേ, ഞാൻ ഇന്ദ്രനോട് പ്രത്യേകം ചോദിച്ച അനുവാദം വാങ്ങണമെന്നൊന്നും വിചാരിച്ചില്ല. ഒരു പാരിജാതത്തിൻ്റെ ചെടി എടുത്തു കൊടുത്തു എന്നാണ് സത്യഭാമയ്ക്ക്. പക്ഷേ ആലോചിച്ച് നോക്കുക, ശുണ്ഠിയുടെ ഇത്രേ ഇന്ദ്രന്. ഇന്ദ്രൻ്റെ ഒരു സ്വഭാവം ആലോചിച്ച് നോക്കൂ. ഒരു ഉപകാരം ചെയ്തപ്പോൾ സന്തോഷമായി, അത് സ്വീകരിച്ചു. ഒരു ചെറിയ പാരിജാതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത്രയും ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ ശുണ്ഠിയെടുത്ത് കൃഷ്ണനോടെതിരെ യുദ്ധം ചെയ്തു എന്നാണ്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്, നാരായണീയത്തിൽ സൂചിപ്പിക്കുകയാണ്, തത്വ ശ്രീമദദോഷ
ഈദൃശ ഇത് വ്യാഖ്യാതും ഏവ അകൃത. പാരിജാത ഭരണം എന്നൊരു പോട്ടെ, പക്ഷേ ഐശ്വര്യമതം എന്നാൽ എന്താവും സ്ഥിതി? അതിൻ്റെ ദോഷപ്പം കണ്ടില്ലേ? അതാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഈ ഒരു തമാശ കാണിച്ചത് എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതിഥിയുടെ കുണ്ടലങ്ങളൊക്കെ കൊടുക്കാൻ പോയപ്പോൾ വരുണന്റെ വെൺകൊറ്റക്കുടയിൽ ആ സമയത്ത് കൊടുത്തിരുന്നു അത്രേ. ഇന്ദ്രൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭഗവാൻ സത്യഭാമയോട് ഒന്നിച്ച് കുറച്ച് ദിവസം അവിടെ സ്വർഗത്തിൽ താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താമസിക്കുകയുണ്ടായി. അപ്പോഴാണ് വളരെ അടുപ്പം കാണിച്ചല്ലോ ഇന്ദ്രൻ. അപ്പൊ പിന്നെ എന്തിനാ ഇന്ദ്രന്റെ പൂന്തോട്ടത്തിൽ നിന്നൊരു ചെടി പറിച്ചെടുക്കുന്നതിന് അനുവാദം ചോദിക്കണമെന്ന് വിചാരിച്ചു. കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോരുന്ന സമയത്ത് ഒരു പാരിജാതത്തിന്റെ ഒരു തയ്യ് സത്യഭാമാദേവി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ എടുക്കാലോ എന്ന് പറഞ്ഞ് ഭഗവാൻ ഉദ്യാനത്തിൽ നിന്ന് ഒരു തയ്യ് പറിച്ച് ഗരുഡന്റെ പുറത്ത് വെച്ചു എന്നാണ്. ഇത് കണ്ടു ഇന്ദ്രൻ. എന്നോട് ചോദിച്ചില്ല അല്ലേ, കൃഷ്ണൻ ഇവിടുന്ന് കട്ടുകൊണ്ടുപോകണോ എൻ്റെ സമ്മതമില്ലാതെ എന്നെല്ലാം വിചാരിച്ച് ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. വിഡ്ഢിയായ ഇന്ദ്രൻ എന്ത് ചെയ്തു? ദേവസൈന്യങ്ങളോട് കൂടി കൃഷ്ണനോട് യുദ്ധത്തിനായിട്ട് വരികയാണ് ഉണ്ടായത്. കൃഷ്ണനോട് യുദ്ധം ചെയ്താൽ ജയിക്കാൻ പോകുന്നുണ്ടോ? ഇതൊന്നും അറിയാത്തവനല്ല ഇന്ദ്രൻ. പക്ഷേ ആ ഒരു നിമിഷത്തിൽ ഇന്ദ്രൻ അങ്ങനെ ചെയ്യാൻ തോന്നിയതാണ് അഹങ്കാരം. ആ ഇന്ദ്രനെയും ദേവന്മാരെയൊക്കെ നിഷ്പ്രയാസം തോൽപ്പിച്ച ഭഗവാൻ പാരിജാതം കൊണ്ടുവന്ന് ദ്വാരകയിലെ സത്യഭാമയുടെ അന്തപുരത്തിലെ ഉദ്യാനത്തിലെ നട്ടു വളർത്തി എന്ന് പറയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ വാശി പിടിച്ചാൽ പറ്റില്ലല്ലോ എന്നുള്ള ഭാവത്തില്. ഇപ്പോ ദേവോദ്യാനത്തിൽ നിന്ന് പോലും ആൾക്കാര് അവിടെ ചെന്നിട്ട് ദ്വാരകയിൽ പോയിട്ട് ഈ പാരിജാത പുഷ്പത്തിന്റെ സുഗന്ധം ആസ്വദിക്കാറുണ്ട് അത്രേ. ശിശുബ്രഹ്മർഷിയുടെ പറയാണ്, ഇവിടെ രണ്ട് രംഗങ്ങൾ നോക്കൂ. ഒന്ന് അതിഥിദേവിയുടെ കുണ്ടലങ്ങൾ, അത് വീണ്ടെടുക്കാൻ കഴിവില്ലാത്തവനായിട്ടുള്ള ഇന്ദ്രൻ ശ്രീകൃഷ്ണന്റെ കാൽ പിടിച്ച് നമസ്കരിച്ചതിന്റെ ഫലമായിട്ട് ഭഗവാൻ നരകാസുരനെ കൊന്ന് ആ കുണ്ടലങ്ങളൊക്കെ വീണ്ടെടുത്ത് ഇന്ദ്രനെ തിരിച്ചു കൊടുത്തു, സ്വർഗത്തിൽ ചെന്ന് കൊണ്ടുകൊടുത്തു. എൻ്റെ ആവശ്യമില്ലായിരുന്നില്ല കൃഷ്ണനെ സംബന്ധിച്ച്. വേണമെങ്കിൽ ഇന്ദ്രൻ വന്ന് എടുത്തോട്ടെ എന്ന് വെക്കാമായിരുന്നു, അതല്ല ചെയ്തത്. വളരെ ബഹുമാനത്തോടുകൂടി ഇന്ദ്രന് പാരിജാതം കുണ്ടലം, അതിഥിദേവിയുടെ കുണ്ടലം എടുത്ത് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ ഒരു പാരിജാതത്തിൻ്റെ തയ്യ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ. അതിനുവേണ്ടി ഭഗവാനോട് യുദ്ധം ചെയ്യേ? ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സമ്പത്തും ഐശ്വര്യമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അത് അഹങ്കാരത്തിന് കാരണമായി തീരും എന്നുള്ളതിന് എന്താ സംശയമുള്ളത്? അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അവിടെ പറഞ്ഞെന്ന് മാത്രം. പിന്നീടാണ് ആ കൊണ്ടുവന്ന പാരിജാത പുഷ്പം സത്യഭാമയുടെ കൊട്ടാരത്തിൽ നട്ടൂന്നും എല്ലാ സുന്ദരിമാരും ആ പാരിജാത പുഷ്പത്തിൻ്റെ സുഗന്ധം നുകരാനുമായിട്ട് അവിടെ വരാറുണ്ടെന്നും ദ്വാരകയിൽ അങ്ങനെയൊക്കെ അനുസ്മരിക്കണു. പിന്നെ മാത്രമല്ല ഈ സുന്ദരിമാര്, നരകാസുരൻ്റെ സുന്ദരിമാരെയൊക്കെ, നരകാസുരൻ ജയിലാക്കി വെച്ചിട്ടിരുന്ന സുന്ദരിമാരെയൊക്കെ ഭഗവാൻ വിവാഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ല, കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ല, അവരൊക്കെ വിവാഹം ചെയ്തു. അവർക്ക് എല്ലാവിധ സുഖവും സൗകര്യവും പകർന്നു കൊടുത്തുകൊണ്ട്, ഓരോ സ്ത്രീകൾക്കും ഓരോ ഗ്രഹങ്ങൾ പണിതു കൊടുത്തുകൊണ്ട് അവരെ ഓമനിച്ച് പോറ്റിക്കൊണ്ടുവന്നു ഭഗവാൻ. അവിടെയൊക്കെ നാരദ മഹർഷി പോലും അവരെ പോയി സന്ദർശിക്കാറുണ്ടെന്ന് പറയണം, ആ ഭാഗ്യവതികളായിട്ടുള്ള സ്ത്രീകളെ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം എല്ലാ പത്നിമാരിലും മക്കളുണ്ടായെന്നും 14 പുത്രന്മാരുണ്ടായെന്നും അങ്ങനെ കൃഷ്ണന്റെ ആ മഹത്വം വർണ്ണിച്ച് മേൽപ്പത്തൂർ കൊട്ടേരി ആവശ്യപ്പെടുകയാണ് ഭഗവാനോട്, വാതാലയേശ പാഹിമാം, എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു, എന്നെ കാത്തരളണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൽപ്പദ്രും സത്യഭാമാ ഭവന ഭുവിസൃജൻ ജ്യേഷ്ഠസാഹസ്രയോഷാം സ്വീകൃത്യ പ്രത്യകാരം വിഹിതബഹൂപുർ ലാളയൻ കേളിഭേദൈ.
ആശ്ചര്യാന്നാരുദാലോകിത വിവിധഗതിസ്തത്ര തത്രാപി ഗേഹേ ഭൂയഃ സർവാസു കുർവൻ ദശദശതനയാൻ പാഹി പാതാലയേശാം. ഭൂയഃ സർവാസു കുർവൻ, എല്ലാ സ്ത്രീകളിലും ദശദശതനയാൻ, 10 വീതം കുട്ടികളുണ്ടായി, സന്തതികളുണ്ടായി. ഭഗവാന് അങ്ങനെയുള്ള ഐശ്വര്യവാനായിട്ടുള്ള, ഐശ്വര്യനിധിയായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ, പാഹി, രക്ഷിക്കണേ, കാത്തുരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ദശകം 81 സമർപ്പിച്ചത്. നമുക്കും ആ ഭഗവാനെ മനസ്സിൽ, ആ ഭഗവാന്റെ ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും ഈ സമ്പൽ സമൃദ്ധിയൊക്കെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.